നമസ്കാരം. കുബേര പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിറക്കിയിട്ട് പാൻ ഇന്ത്യൻ എന്നുള്ള സംഭവം പിന്നെ പോസ്റ്റർ മാത്രമായിട്ട് ഒതുക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം 5 ഭാഷകളിലെ പോസ്റ്ററുകൾ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇറക്കിയ സിനിമ തമിഴാണ്. പിന്നെ ഈ സിനിമ ഇന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചൊന്നുമല്ല. പിന്നെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ആളില്ല. പിന്നെ 4 പേരെങ്ങാണ്ടേ ഉള്ളൂ. സിനിമ കാണിക്കണമെങ്കിൽ 20 പേര് വേണം. അങ്ങനെ വ്യസന സമയത്ത് സിനിമയ്ക്ക് വന്ന ആളുകളെ കൂടി കൂട്ടിയിട്ടാണ് ഇതിനകത്ത് സിനിമ ഓടിച്ചത്, ഈ ഷോ ഓടിച്ചത്. അപ്പൊ അങ്ങനെ ശോകം അവസ്ഥയിലാണ് സിനിമ രാവിലെ തുടങ്ങിയത് തന്നെ. അങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് ഒന്നാമത് ഇതിന്റെ ഡ്യൂറേഷൻ അറിയാലോ, 3 മണിക്കൂറും പിന്നെ 1 മിനിറ്റും ഉണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനകത്ത് കുറേ സംഭവങ്ങൾ കാണിക്കുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. അതൊന്നും പക്ഷെ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല ഇൻ ദ സെൻസ് എനിക്ക് കുറെയൊക്കെ വലിച്ചിലായിട്ട് തോന്നി. പിന്നെ ഈ ധനുഷിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതിനകത്ത് മറ്റേ ശ്രീവള്ളി ഉണ്ടല്ലോ, രശ്മിക മന്ദാനം. അപ്പൊ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ശ്രീവള്ളിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ രശ്മിക മന്ദാനയെ പുറയുന്ന അമ്മ എന്ന് വിളിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടാണ് ധനുഷ് പെർഫോം ചെയ്തിട്ടുള്ളത്. ധനുഷ് ഓൾറെഡി ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഈ സിനിമയ്ക്കകത്ത് 100% കോൺഫിഡന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് കോൺഫിഡൻസ്? അങ്ങനെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പുള്ളിക്കാരനെ ഒരു പക്ഷേ കോൺഫിഡൻസ് ആയെന്ന് തോന്നിയേക്കാം. എനിക്ക് പക്ഷേ ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് വലിച്ചു നീട്ടിയ സ്ക്രിപ്റ്റ് തന്നെയാണ്. കുറേയൊക്കെ സംഭവങ്ങൾ കട്ട് ചെയ്ത് കളയാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. അതുപോലെ നാഗാർജുനയുടെ ആദ്യ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഈ സിനിമയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അതോ ഇതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് കുറച്ച് തരക്കേടില്ലാത്ത രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, കോമഡി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ സീരിയസ് ആയിട്ടുള്ള നോട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോകുന്നത്. അതുപോലെ ഡബിങ്ങിനകത്തും പ്രശ്നമുണ്ട്. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് തന്നെ തെലുങ്കിലും തമിഴിലും ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു, നമ്മുടെ ബാഹുബലിയൊക്കെ ചെയ്ത പോലെ. പക്ഷെ ബാഹുബലിക്കകത്ത് തമിഴ് കാണുന്ന സമയത്ത് ഫുള്ള് തമിഴും, തെലുങ്ക് കാണുന്ന സമയത്ത് ഫുള്ള് തെലുങ്കും ആണെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ തമിഴും തെലുങ്കും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ രശ്മിക മന്ദാന അറിയാമല്ലോ, ചില കാര്യങ്ങളൊന്നും പുള്ളിക്കാരെ കൊണ്ടൊന്നും അത്ര പറ്റത്തില്ല. ഈ പറയുന്ന ചില സീനുകളിൽ വെറുപ്പൊക്കെ കാണിക്കുന്ന സമയമുണ്ട്. വെറുപ്പൊക്കെ കാണിക്കുന്ന സമയത്ത് പക്ക അവര് ഈ ശ്രീവള്ളിയായിട്ട് മാറുന്നുണ്ട്. ആ ശ്രീവള്ളി എങ്ങനെയാണോ അതേ സ്വഭാവം തന്നെ മുഖത്ത് വരുന്നുണ്ട്. ശേഖർ കമൂലയാണ് ഡയറക്ഷൻ. പിന്നെ എഴുതിയിരിക്കുന്ന ആരാന്ന് അറിയത്തില്ല, വലിയ കുഴപ്പമില്ലാത്ത ഡയറക്ഷനായിരുന്നു പുള്ളിയുടെ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം കുറെയൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഒരു സ്ക്രിപ്റ്റിന്റെ ബലക്കുറവ് കൊണ്ട് തന്നെ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഓക്കെ, ഇതൊരു പിന്നെ പണത്തിന്റെ ആ ഒരു പിന്നെ സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടല്ല ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണഗതിയിലുള്ള സീനോട് കൂടി ഇന്റർവെൽ ആവുകയാണ്. ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. സെക്കൻഡ് ഹാഫിൽ കുറെയൊക്കെ ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ തുടക്കമാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. അവിടെ ഈ മെയിൻ ആയിട്ടുള്ള വില്ലൻ ഡബിങ് എന്ന് വെച്ചാൽ വളരെ വേസ്റ്റ് ഡബിങ് ആണ്. പുള്ളി ഏത് ഭാഷയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാഗാർജുന പറയുന്ന സമയത്ത് നാഗാർജുന തമിഴാണ് സംസാരിക്കുന്നത്, പക്ഷേ വില്ലൻ വേറെ ഏതോ ഭാഷയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഭയങ്കര മിസ്മാച്ചിങ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുമായിട്ട് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുന്നില്ല, അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ ഈ രശ്മിക മന്ദാനയുടെ ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ ഉടനീളമുണ്ട്. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കാര്യമായിട്ട് അങ്ങ് പെർഫോം ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ധനുഷിന്റെ കൂടെയുള്ള പരിപാടി തന്നെ ഓടുക, ചാടുക, അങ്ങനത്തെ പിന്നെ ചില ഇതിനകത്ത് കൂട്ടി നിൽക്കുക എന്നുള്ള പരിപാടികളല്ലാതെ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഈ വില്ലന്മാർ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ധനുഷിന് അവിടെ വിജയം ഉണ്ടാവുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ടിപ്പിക്കൽ ഒരു എൻഡിങ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് കുറെയൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ ഇത്രയും പിന്നെ ലെങ്തി ആയിട്ട് വലിച്ചു നീട്ടി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. കുറെയൊക്കെ ഇതൊരു 2-2.5 മണിക്കൂർ തീർത്തായിരുന്നെങ്കിൽ അത് അത്രയും കൂടി ബെറ്റർ ആയേനെ. അപ്പൊ അതാണ് ഈ സിനിമ. എനിക്ക് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം. വലിയ കാര്യമായിട്ട് ആലോചിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇതിനകത്ത് സ്കോപ്പില്ല.